ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു സിമ്പിളായിട്ടുള്ള തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സബോള അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അതാ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് നന്നായി അടിച്ചെടുക്കാം. ഇനി നമുക്കത് വേവിച്ച് വെച്ച തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് തളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. അപ്പോൾ തന്നെ അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് എടുക്കാൻ നേരത്തെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ സിമ്പിളായിട്ടുള്ള തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.